നമ്മുടെ ആദില നൂറയോട് പറയുന്നുണ്ട്, എനിക്ക് നിന്നോട് പേഴ്സണലായിട്ട് ചില കാര്യങ്ങളൊക്കെ തന്നെയും സംസാരിക്കാനുണ്ട്. അങ്ങനെ ഇരുവരും കൂടെ സംസാരിച്ചു തുടങ്ങുകയാണ്. അപ്പം നമ്മുടെ ആദില പറയുന്നുണ്ട്, നീ ഒരു കാര്യം എന്നും മനസ്സിൽ വെക്കണം. ഇവിടെയുള്ള ആളുകളൊക്കെ തന്നെ എന്നെ ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്ത് കളിക്കുന്നുണ്ട്. എന്നെ ഈ വീക്കിൽ നിന്നും പുറത്താക്കാനാണ് ഇവരുടെ എല്ലാവരുടെയും പ്ലാന്. പിന്നെ എനിക്ക് കുറെ മിസ്റ്റേക്കുകളും പറ്റിയിട്ടുണ്ട്. അതിപ്പോ നമ്മുടെ അനുവിന്റെ കാര്യത്തിലായാലും അങ്ങനെ തന്നെയാണ്. അത് ഞാൻ ശരിയാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോലും അത് പ്രേക്ഷകരുടെ മനസ്സിലും കാണും. അപ്പൊ എന്നെ ഇതിൽ നിന്നും പുറത്താക്കാൻ തന്നെയാണ് പലരുടെയും ശ്രമം. അപ്പം നീ ഒറ്റപ്പെടും. നീ എന്തായാലും നല്ലതുപോലെ തന്നെ കളിക്കണം. അപ്പം നമ്മുടെ നൂറ തിരിച്ചും പറയുന്നുണ്ട്, ബേബി ഇവിടെ നല്ല സ്ട്രോങ് ആയി മാറണം. ആളുകൾ പ്രൊവോക്ക് ചെയ്യണം. അപ്പോഴാണ് ബേബി സ്ട്രോങ് ആണെന്ന് ഇവിടെയുള്ള പലർക്കും മനസ്സിലാകുക. അതല്ലാതെ ഞാൻ ഈ ആഴ്ച പോകുമെന്നൊക്കെ പറഞ്ഞ് എന്നെയും താഴ്ത്താൻ നോക്കരുത്. പിന്നെ ആദിലയും പറയുന്നുണ്ട്, നീ എന്തായാലും നന്നായി ശ്രദ്ധിച്ച് തന്നെ ഗെയിം കളിക്കണം. നിന്റെ എന്തായാലും ഇവിടെയുള്ള ആർക്കും അങ്ങനെ 3 ആഴ്ചത്തേക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം നിന്നെ നോമിനേഷനിലേക്ക് ഇടാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ബേബി സേഫ് ആണ്. നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ബേബി ഇവിടെ കളിക്കണം. ഞാനില്ലെങ്കിലും അങ്ങനെ തന്നെ കളിച്ചു മുന്നേറണം. നീ സ്ട്രോങ് ആയിട്ട് കളിക്കുക. ഇവിടെയുള്ളവർക്ക് നീ പ്രൂവ് ചെയ്ത് കൊടുക്കണം നീ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് തന്നെയാണെന്ന്. പിന്നെ അനുമോളെ പോലെ പുറത്തുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ബേബി ഒന്നും ചെയ്യരുത്. നീയായി തന്നെ കളിച്ചു മുന്നേറണം. അതാണ് എനിക്കും ഇഷ്ടമെന്ന് നമ്മുടെ ആദിലയും പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഈ ആഴ്ച പുറത്തു പോയാലും ഞാൻ പുറത്തു നിന്ന് ഇതൊക്കെ തന്നെയും കാണുന്നുണ്ടാകും. നിനക്ക് ഒരു രീതിയിലുമുള്ള ടെൻഷൻ വേണ്ട. ഞാൻ ഇതൊക്കെ കണ്ട് നിന്റെ കൂടെ തന്നെ ഉണ്ടാകും. പിന്നെ നീ ഇവിടെ ഫ്രണ്ട്ഷിപ്പ് ആരുമായിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കണ്ട. നീ ആ ചിഞ്ചു മഞ്ജുവിന്റെ അടുത്ത് മാത്രം നീ പോയി സംസാരിച്ചാൽ മതി. ഇവിടെ ഉള്ളവരെ ഒന്നും വിശ്വസിക്കാൻ സാധിക്കില്ല. എന്റെ അനുഭവം തന്നെ നിനക്കറിയാലോ. അനുവിന്റെ കൂടെ കൂടിയിട്ടുണ്ടായ സംഭവമാണ്. അപ്പം നമ്മുടെ നൂറ പറയുന്നുണ്ട്, നീ എന്തായാലും പോവില്ല ബേബി എന്ന്. ഈ ആഴ്ച ആദില പുറത്തേക്ക് പോവാൻ സാധ്യതകളുണ്ടോ? നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്.